നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിൽ കുടിവെള്ള പ്രശ്നമുണ്ടായ സന്ദർഭത്തിൽ മേയറുടെ രക്തത്തിനു വേണ്ടി ദാഹിച്ച് സമരം ചെയ്തിരുന്നവർ ഇന്ന് അതേ കസേരയിൽ കയറിയിരുന്നതിന് ശേഷം അതേ കുടിവെള്ള പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് വിദഗ്ധമായി അതിനെ കൈകാര്യം ചെയ്ത ഭരണസമിതിയും ഇന്ന് അപ്പാടെ പരാജയപ്പെട്ടതിന് ശേഷം ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കേട്ടെ. കുടിവെള്ള പ്രശ്നം കോർപ്പറേഷന്റെ നേക്ക് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ച് ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്നത് എവിടെയാണ്? കോർപ്പറേഷനിലാണ്. പിന്നെ കോർപ്പറേഷനോട് ചോദിക്കുന്നത്? കുടിവെള്ളത്തിന് ചോദിക്കരുതെന്ന് പറയുന്നില്ല. കുടിവെള്ളത്തിന് ബില്ലടയ്ക്കുന്ന വാട്ടർ അതോറിറ്റി അല്ലല്ലേ? അപ്പൊ വാട്ടർ അതോറിറ്റി അല്ലേ അതിന്റെ അതോറിറ്റി? അതിനല്ലേ ഒരു മന്ത്രാലയം ഉള്ളത്. വാട്ടർ അതോറിറ്റി എന്തുകൊണ്ട് അഡ്രസ് ചെയ്യുന്നില്ല? കേട്ടല്ലോ. ആര്യ രാജേന്ദ്രന് ഇങ്ങനെയുള്ള പ്രിവിലേജ് ഒന്നും ഇല്ലായിരുന്നു. കുടമൊക്കെ എടുത്ത് സമരം നടത്തിയവർ ഇന്നിപ്പോ പറയാണ് കുടിവെള്ളം ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നിങ്ങൾ വീട്ടിൽ വെള്ളം തരുന്നതിൽ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? ഒരു പ്രത്യേക മന്ത്രാലയത്തിലല്ലേ, വാട്ടർ അതോറിറ്റിയിലല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. നിങ്ങളെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കറണ്ടിന് നിങ്ങൾ എവിടെയാണ് ബില്ലടയ്ക്കുന്നത്? അത് ഇലക്ട്രിസിറ്റി ഓഫീസിലല്ലേ, പ്രത്യേക ഓഫീസല്ലേ. അപ്പോൾ കറണ്ട് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബന്ധവും ഇല്ല. നിങ്ങൾക്ക് റോഡ് ടാക്സ് അടയ്ക്കുന്നത് എവിടെയാണ്? നിങ്ങൾ വണ്ടി ഇറക്കുന്ന സമയത്ത് റോഡ് ടാക്സ് അടയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നല്ല റോഡുകൾക്ക് വേണ്ടിയാണ്. ആ റോഡ് ടാക്സ് അടയ്ക്കുന്നത് നിങ്ങൾ കോർപ്പറേഷനാണോ? അല്ലല്ലോ. നിങ്ങൾ അതിനൊരു പ്രത്യേക മന്ത്രാലയത്തിൽ അടച്ചു കൊടുക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല റോഡുകൾ പഞ്ചായത്തിൽ തരാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ടോ? ഞങ്ങൾക്കേ ഇല്ല. നിങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം ഈ നാട്ടിൽ ആരാണ് ചെയ്യുന്നത്? അതിന് ഇവിടെ ഒരു പ്രത്യേക വകുപ്പില്ലേ? ആ വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ആരാണ് ചെയ്യേണ്ടത്? ഞങ്ങളാണോ ചെയ്യേണ്ടത്? ഞങ്ങളല്ല. അതിന് ഈ നാട്ടിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുണ്ട്. ഒരു മന്ത്രിയില്ലേ? ആ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ സകലതിനും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. ഈ കസേര കയറിയിരുന്ന് നഗരസഭയുടെ ഖജനാവിലേക്ക് വരുന്ന ഫണ്ട് അതെടുത്ത് പുട്ടിയിട്ട് നേരെ ദൂർത്തടി നാട്ടിലെ എല്ലാ ആരാധനാലയങ്ങളിലും പോയി ഫോട്ടോഷൂട്ട് നടത്തുക, ഇതൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത 5 വർഷത്തെ പ്രധാനപ്പെട്ട പരിപാടികൾ. മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ തോട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞാൽ അത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പണിയല്ലേ, അത് ഞങ്ങളുടെ പണിയാണോ? ഇങ്ങനെ സകല കാര്യത്തിലും ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല. ഈ കേരളത്തിൽ കഴിഞ്ഞ 4 മാസത്തിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രതികരണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് അവിടെ കുടിവെള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അധികാരത്തിൽ കയറുന്നത് വരെ ഇവിടെ കുടിവെള്ളം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ അത് ഞങ്ങളുടെ കേന്ദ്രത്തിന്റെ ജൽജീവൻ മിഷനിലൂടെയാണ് എല്ലാ വീട്ടിലും കേന്ദ്രം വെള്ളം എത്തിച്ചത്. അതിനൊന്നും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനോ നഗരസഭയ്ക്കോ ഒരു ഉത്തരവാദിത്വവുമില്ല. ജൽജീവൻ മിഷൻ കേന്ദ്രത്തിൽ നിന്ന് മോദിജി ടാങ്ക് വെച്ച് വെള്ളം അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുടിവെള്ളം മുട്ടി. എവിടെ ജൽജീവൻ മിഷൻ? മോദിജിയുടെ ജൽജീവൻ മിഷൻ എല്ലാം ഇതോടുകൂടി മാഞ്ഞു പോയോ? ഇവർ പുറത്തുനിന്ന് പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം എന്തോ ഒരു ഉടായ്പാണെന്നും നാക്കുകൊണ്ട് അടിക്കുന്ന ഡയലോഗിനപ്പുറം ഒരംശം പോലും ഒരു കസേരയിൽ ഇരുന്നാൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ പറഞ്ഞ വാചകം? ഇതിപ്പോ ആര്യ രാജേന്ദ്രനാണ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതായത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്ന സന്ദർഭത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. എന്തായിരുന്നേനെ ഇവർ പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇവരുടെ ഒരു പ്രതികരണം? ഇപ്പോ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഓൺലൈൻ കാര്യം ഇവർക്ക് വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടിയും ഇവർ ചെയ്തുകൊണ്ടിരുന്ന പ്രതിഷേധ നാടകങ്ങളെ എല്ലാം പൊലിപ്പിക്കാനായിട്ട് അന്ന് പണം കൊടുത്ത് മറുനാടൻ മലയാളി, കർമ്മ ന്യൂസ് തുടങ്ങി പല ഓൺലൈൻ മഞ്ഞക്കാരന്മാരെ ഉപയോഗപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകൾ ഞങ്ങളുടെ മുതലാളിയുടേതാണ്. അങ്ങനെ ഈ നാട്ടിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതിന് ശേഷം ഒരു അധികാര കസേരയിൽ, അതായത് ആ കസേരയിൽ ഇരുന്ന് മികച്ച രീതിയിൽ ആര്യ കാര്യങ്ങൾ ചെയ്തു. ഇത്രത്തോളം ഗുരുതരമായ ഒരു പ്രശ്നവും അവർ ഉണ്ടാക്കിയില്ല. പ്രായം കൊണ്ട് ചെറിയ ആളായിരുന്നെങ്കിലും പ്രവൃത്തി കൊണ്ട് അവർ രാജേഷിനേക്കാൾ മികച്ച കഴിവുറ്റ സ്ത്രീയാണെന്ന് തെളിയിക്കപ്പെട്ടിരുന്നില്ലായിരുന്നോ? അന്ന് നിങ്ങൾക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അന്ന് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട അഴിമതി, ഇവർ ഉന്നയിച്ച അഴിമതികളിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതുവരെ ഒരു FIR എങ്കിലും ഇടാൻ കഴിഞ്ഞോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തെളിവുകൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞോ? കഴിഞ്ഞ ഭരണസമിതി എന്ത് ചെയ്തോ അതിനപ്പുറത്തേക്ക് പുതുതായി ഒരു സിംഗിൾ കാര്യം കഴിഞ്ഞ 4 മാസത്തിനിടയിൽ ഇതാ ബ്ലൂ പ്രിന്റ് വികസനം ഇറക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായപ്പോൾ, കാര്യം ആറ്റുകാൽ അമ്മച്ചി വരെ ഈ ഉടായ്പകൾക്കൊപ്പം ഇല്ല എന്നതിൻ്റെ തെളിവാണ് ആറ്റുകാൽ വാർഡിൽ പോലും കുടിവെള്ള പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇത്രയും കാലം ഉണ്ടാകാത്ത ആ കുടിവെള്ള പ്രശ്നം ഇത്രത്തോളം രൂക്ഷമാക്കിയത് ഇപ്പോൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണത്രേ. അതായത് പണി അറിഞ്ഞുകൂടാത്തവൻ എവിടെ കയറിയിരുന്നാലും ഇതൊക്കെ സംഭവിക്കുമെന്നേ ഉള്ളൂ. എന്നിട്ട് കുറ്റം മുഴുവൻ അടുത്ത ആളുടെ തലയിൽ ചാരി എനിക്കൊന്നും ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്ന
മേയറുടെ കഴിവുകേട് എന്താണെന്ന് നാട്ടുകാർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാം. എന്ത് ചോദിച്ചാൽ അയ്യോ ഞാനല്ലേ അത് അവരാണെന്ന് പറയുന്ന അങ്ങനെ ഒരു വാചകം പറയാൻ മേയർ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയായിട്ട് വി രാജേഷ് അതപ്പതിച്ചിരിക്കുകയാണ്. മേയർ കഴിവുകെട്ട മേയർ എന്ന് പറയാൻ പോലും തയ്യാറാകാത്ത ഈ കഴിവുകേടുകളെ എല്ലാം നിശബ്ദമായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാര മാധ്യമങ്ങളുടെ ഈ സെലക്റ്റീവ് ഓഡിറ്റും അല്ലെങ്കിൽ സെലക്റ്റീവ് മോങ്ങൽ എന്തിനായിരുന്നു എന്ന് നിങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ചിന്തിക്കാം. അന്ന് ആര്യ എന്തൊക്കെ ചെയ്തു എന്നും ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഒന്നിനെക്കുറിച്ചും ഒരു ചുക്കും അറിയാത്തവർ കസേരയിൽ കയറിയിരുന്നപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായി അല്ലെങ്കിൽ നരക തുല്യമായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.